ഏതാണ് ഈ സ്ഥലം? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലുള്ള സ്ഥലം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മിഅ്റാജിന് പോയ നേതാവാണ് താഴെ കിടക്കുന്നത്. അല്ലാഹുവിന്റെ അല്ലാഹുമായി മുനാജാത്ത് നടത്താൻ പോയ മുഹമ്മദുർ റസൂലുള്ളാഹി ആകാശങ്ങൾ ഏഴാകാശത്തിന്റെയും അഗ്രവാളികൾക്കപ്പുറത്ത് സിദ്റത്തുൽ മുൻതഹയിൽ കടന്നു. അല്ലാഹു കണക്കാക്കിയ സ്ഥലത്ത് വകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അല്ലാഹു കണക്കാക്കിയ ഒരു പ്രത്യേകമായ പോയിന്റിലെത്തി അല്ലാഹുമായി സംഭാഷണം നടത്തി തിരിച്ചു വന്ന ഹബീബ് ആ നബി തങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, മിഅ്റാജിന്റെ സമയത്ത് കീഴായി കൂടെ വന്ന മുഖറബുൽ അംലാക്ക് ജിബ്രീൽ, അമ്പിയാക്കളുടെയും വഹീയുടെയും തോഴനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് എത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞതെന്താണ്? ഇനി ഞാൻ ഒരടി അങ്ങോട്ട് നീങ്ങിയാൽ, ഒരു ഇഞ്ച് ഞാൻ മുന്നോട്ട് നീങ്ങിയാൽ ഞാൻ ഭസ്മമാകും നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബിയുടെ മദ്ഹ് ഞാൻ അല്പം മുന്നോട്ട് പോയാൽ ഞാൻ ഭസ്മമായി പോകുമെന്ന് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ. ആലോചിക്കേണ്ടത് മലക്കുകളുടെ നേതാവിന്റെ പവർ അവിടെ കഴിയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വഖഫ് ചെയ്യുകയാണ്, അവിടെ നിൽക്കുകയാണ്, അവിടെ തുടങ്ങുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. علي تقدم يا حبيبي لا تخف أبشر تنادي ربك القيوم. ഇനി എനിക്ക് അങ്ങോട്ട് പാസില്ല നബിയെ, അങ്ങോട്ടേക്ക് സഞ്ചരിച്ചോ. എന്റെ സ്ഥാനം ഇവിടെ തീരുകയാണോ? അതിനപ്പുറമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അലൈഹിസ്സലാമിന്റെ മദ്ഹ് കഴിയുന്ന സ്ഥലത്ത് നിന്ന് മുത്തുനബിയുടെ മദ്ഹ് തുടങ്ങുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് നടന്നു പലതും കണ്ടു. അല്ലാഹുവിലേക്ക് അടുത്ത് അമ്പും വില്ലും അടുക്കുന്നത് പോലെ അല്ല, അതിനേക്കാൾ കൂടുതൽ അടുത്ത് തിരിച്ചു വന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാ പറഞ്ഞ സാബീതുദ്ദുറ മിനഖുറായിൽ സറാ ثانيا ما ثالث بل ثاني الأمثال سال. ആരെയും കൂട്ടിന് കൂട്ടാതെ ഒറ്റക്ക് പോയി എല്ലാ മേഖലകളും തന്റെ മഹത്വത്തിന്റെ പാദമുദ്ര പതിപ്പിച്ച് മടങ്ങി വന്ന മധുവിന്റെ ഏറ്റവും വലിയ നായകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ മുഖത്ത് നിന്നാണ് കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയത്. ഈ പരിശുദ്ധ മുഖത്ത് നോക്കിയിട്ടാണ് എല്ലാ നാടുകളിലേക്കും ഇസ്ലാം കടന്നു വന്നത്. ഈ പരിശുദ്ധ മുഖത്തിൽ നോക്കിയാൽ ആ മനുഷ്യന്റെ മഹത്വം അമ്പിയാക്കൾക്ക് ശേഷമുള്ള ഏറ്റവും മഹത്വമുള്ള സ്ഥാനമാണ്. ഈ പരിശുദ്ധമായ മുഖമൊന്ന് കണ്ടു കഴിഞ്ഞാൽ ലഭിക്കുന്നത് മറ്റൊന്ന് ആവശ്യമില്ല. ഈമാനുള്ളവനാണോ? ഹബീബിന്റെ മുഖമൊന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനെന്താണ്? പ്രയാസമുള്ളവൻ വിജയിച്ചു പോകും. നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിച്ച് അല്ലാഹു അതിന് പകരം അവന്റെ ഫضل കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി നബിയുടെ പരിശുദ്ധമായ മുഖം നമുക്കൊന്ന് അല്ലാഹു കാണിച്ചു തരട്ടെ.
സഹോദരങ്ങളെ, ആ സ്ഥലത്തെത്തിയാൽ പറയാത്ത മനുഷ്യരില്ല. ഹബീബ് നമ്മെ ക്ഷണിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നൽകിയ സ്നേഹത്തിലേക്ക്, കാരുണ്യത്തിലേക്ക്. നോക്കൂ നിങ്ങൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള നേതാവ്, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന നാമം മുഹമ്മദ് റസൂലുള്ളാഹ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മനപ്പാഠമാക്കുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആൻ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇവിടെ തന്നെ തഹ്ഫീദുൽ ഖുർആൻ നന്നായി വളരെ സന്തോഷത്തോടെ 700ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന തഹ്ഫീദുൽ ഖുർആൻ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം നൽകുന്ന നിലയ്ക്ക് ഇവിടെ നടന്നു വരുന്നുണ്ട്. അല്ലാഹുവിനായി നിലനിർത്തി തരട്ടെ. പരിശ്രമിക്കുന്നവർ, സഹകരിക്കുന്നവർ ഒരുപാട് ആളുകൾ, ഉമറാക്കൾ, സമ്പന്നരുണ്ട്. എല്ലാവർക്കും അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണം റഹ്മാനേ. പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥം ബൈബിളാണ്. പക്ഷേ പാരായണം ചെയ്യുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ഹ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ ഓരോ വർഷം കഴിയുന്തോറും ഹബീബിന്റെ മദ്ഹിന്റെ ജൽസകൾ കൂടി ആളുകൾ എങ്ങോട്ട് പോകണം, എല്ലാ ഒരു പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടി, ഒരു പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടി, ഹബീബിന്റെ മദ്ഹിന്റെ ജൽസ. ആർക്കും മടുപ്പ് വരുന്നില്ല, ആർക്കും വെറുപ്പുണ്ടാകുന്നില്ല, ഒരാൾക്കും ഹബീബിന്റെ മദ്ഹ് കേട്ടിട്ട് മടുപ്പ് തോന്നില്ല. അങ്ങനെ തോന്നിയാൽ അവൻ ഈമാനില്ല. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ലാ ഈമാന ലിമൻ ലാ മുഹബ്ബത ലഹു അലാ ലാ ഈമാന ലിമൻ ലാ മുഹബ്ബത ലഹു. ഈമാൻ ഉണ്ടാവുക എന്നത് മുത്തുനബിയോടുള്ള മഹബ്ബത്തിന്റെ മാനദണ്ഡമാണ്. ഹബീബിനോട് സ്നേഹമില്ലാത്തവന് ഈമാനില്ല. ഹബീബിനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്തവർക്ക് ഈമാനില്ല. അങ്ങയുടെ സംസാരത്തെ, അങ്ങയെക്കുറിച്ചുള്ള ചർച്ചയെ, അങ്ങയുടെ കീർത്തിയെ, അങ്ങയുടെ പ്രശംസയെ നാം ഉയർത്തിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ഇതിങ്ങനെ പ്രകാശിച്ച് ഇതിലും വലുതായി അതങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജീവിച്ചത് നമുക്ക് വേണ്ടി. ഒരു നേതാവും അനുയായികളെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. ഒരു അനുയായികളും ഇതുപോലെ ഒരു നേതാവിനെയും സ്നേഹിച്ചിട്ടില്ല. ഒരു നേതാവും അനുയായികളെ ഇത്രമാത്രം സ്നേഹിക്കുകയും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടില്ല. ഒരു അനുയായികളും ഒരു നേതാവിന് വേണ്ടി ഇത്രയും വലിയ സമർപ്പണവും നടത്തിയിട്ടില്ല. ചരിത്രത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോയാൽ നമ്മുടെ സമയം മതിയാവുകയില്ല. ഓ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചു വന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തുൽ മക്കത്തുൽ മുകർറമയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട രംഗമുണ്ടായിരുന്നല്ലോ, പരിശുദ്ധമായ ഹിജ്റ. ആ ഹിജ്റയുടെ സമയത്ത് തന്നെ വളഞ്ഞിരിക്കുന്ന, കൊല്ലാനൊരുങ്ങി നിൽക്കുന്ന ഖുറൈശി പടയാളികളുടെ നേരെ ഒരൽപ്പം മണ്ണുവാരി സൂറത്ത് യാസീനിന്റെ ആദ്യ ഭാഗം ഓതിയിട്ട് ഒന്ന് വലിച്ചെടുത്തു കൊടുത്തു. ഓരോരുത്തരുടെയും തലയിലേക്ക് ഒരു ചെറിയ പൊടി മണ്ണാണ് പോയത്. അറ്റം ബോംബല്ല, മറ്റ് മിസൈലുകളല്ല, മറ്റു വല്ല ഖരമുള്ള സാധനവുമല്ല, ഖരമുള്ള കല്ലുകളുമല്ല, മറിച്ച് ചെറിയ പൊടിയാണ് പോയി വീഴുന്നത്. അത് വീഴുന്നതോടുകൂടി ഉറക്കു ബാധിക്കുകയാണ് അവർക്ക്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഒരു യാത്ര പറയുകയാണ്. അല്ലാഹുവിന്റെ ഭവനമേ, വിശുദ്ധിയുടെ ഗ്രഹമേ, ഉപ്പാന്റെ മുഖം കാണാതെ യതീമായിട്ട് ലോകത്തേക്ക് വന്ന ആളാണ് ഞാൻ. ബാപ്പയുടെ മുഖം കാണാതെ യതീമായി
കുഞ്ഞായിട്ടാണ് ഞാൻ ലോകത്തേക്ക് വന്നത്. എന്റെ ഉമ്മ എനിക്ക് 6 വയസ്സ് പ്രായമുള്ള സമയത്ത് യസ്രിബിലുള്ള എന്റെ ബാപ്പയുടെ ബാപ്പയുടെ മുഖം കണ്ടിട്ടില്ലാത്ത ഞാൻ എന്റെ മനസ്സിലുള്ള ബാപ്പയ്ക്ക് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്ത് ഉമ്മാന്റെ കൊമ്പനെ പിടിച്ച് ഉമ്മാന്റെ കൈ പിടിച്ച് നടന്നു വരുന്ന പ്രത്യേകമായ സമയം 6 വയസ്സ് പ്രായമുള്ള നേരത്ത് ഭൂമിയിലെത്തിയപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഒരാളിൽ നിന്നും ഒരു സഹായവും പ്രതീക്ഷിക്കപ്പെടാനില്ലാത്ത സ്ഥലത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിറങ്ങി എന്റെ ഉമ്മാന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോയി. എന്റെ ഉമ്മാന്റെ മയ്യിത്തിന്റെ അടുക്കൽ ഇരുന്ന് 6 വയസ്സുള്ള ഞാൻ എന്റെ കുഞ്ഞുളം കൈകൾ കൊണ്ട് മണ്ണുമാറ്റി ഉമ്മാന്റെ മയ്യിത്ത് ഖബറടക്കം ചെയ്തിട്ട് തിരിച്ചു വന്നു. പരിശുദ്ധമായ ഹറമിലെത്തിയപ്പോൾ, മക്കയിലെത്തിയപ്പോൾ എന്റെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാനും എനിക്ക് സമാധാനം നൽകാനും എന്റെ കൽവിന്റെ ഏത് വിഷമങ്ങളെയും തരണം ചെയ്യാൻ എനിക്ക് ധൈര്യം ലഭിച്ചതും റബ്ബിന്റെ ഭവനമായ നിന്റെ മുമ്പിലെത്തുമ്പോൾ മാത്രമാണ്. ആ നിന്നോടിതാ ഞാൻ യാത്ര ചോദിക്കേണ്ടി വന്നിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട നാടിൽ നിന്ന് യാത്ര പോകുന്ന ഒരു രംഗം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ മൊഴി ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ച് 40 വയസ്സ് വരെ ജീവിച്ചത്. അതാണ് നേതാവ് എന്ന് പറയുന്നത്. കുറെ കാലം ജീവിച്ചു പെട്ടെന്ന് നേതാവായി കടന്നു വന്ന് ഒരു നാട്ടിൽ പ്രബോധനം തുടങ്ങുക, അതല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെയ്തു. മറിച്ച് മുത്തുനബിക്ക് നബുവത്ത് കിട്ടുന്ന സമയം പരിസരങ്ങളെല്ലാം മുത്തുനബിയെ വിളിക്കുന്ന ഒരു പേരുണ്ട്. നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം, അൽ അമീൻ. മക്കക്കാർ മുഹമ്മദ് എന്ന പേര് ഉപയോഗിക്കാറില്ല, വളരെ അപൂർവം ഘട്ടങ്ങളിലല്ലാതെ. അവർ വിളിക്കുന്നത് അൽ അമീൻ എന്നാണ്. അൽ അമീൻ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം സത്യസന്ധൻ. മക്കക്കാർക്ക് ഇല്ലാത്തൊരു സംഗതിയാണത് സത്യസന്ധത. ഒരു വിഷയത്തിലും ഭയപ്പെടാനില്ലാതെ, മറച്ചു വെക്കപ്പെടാനില്ലാതെ, മജ്ഹൂലായ ഒരു സമയം പോലും കാണാൻ കഴിയാത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അവർ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണത്. എല്ലാ നിലക്കും സുരക്ഷിതനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളിപ്പോൾ 40 വയസ്സായിരിക്കുന്നു. 40 വയസ്സായ നേരത്ത് മക്കയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള ജബലുന്നൂർ പർവ്വതത്തിലെ ഏതാനും അടി ഉയരത്തിലുള്ള ഹിറാ ഗുഹയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ദിക്റ് ചൊല്ലിയിരിക്കുന്ന നേരത്താണ് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് ലോകത്ത് വലിയ വിപ്ലവത്തിന്റെ തിരിതെളിച്ചുകൊണ്ട് കാലഘട്ടത്തിന്റെ മാറി മാറി വരുന്ന ചുവരെഴുത്തുകൾ വായിക്കാൻ പര്യാപ്തമായ ശാസ്ത്രലോകത്തിന് മുഴുവനും തിരിതെളിച്ചുകൊണ്ട് കവാടമായി കടന്നു ചെല്ലാൻ ഇഖ്റഇന്റെ വഴി തെളിച്ച് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച, മനുഷ്യൻ അറിയാത്തത് അറിയിച്ചു കൊടുത്ത രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അങ്ങയുടെ നാഥന്റെ നാമത്തിൽ വായിക്കൂ നബിയേ എന്ന സന്ദേശം പറഞ്ഞ് ജനിക്കുന്നതിന് എത്രയോ മുമ്പ് സകല സൃഷ്ടികൾക്ക് മുമ്പ് 100 കണ്ട പ്രവാചകത്വം നൽകപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വ പ്രഖ്യാപനം നടക്കുന്ന സമയം, സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന മലക്കിന്റെ പ്രധാനപ്പെട്ട രൂപത്തിൽ കടന്നു വന്നപ്പോൾ ഭയവിഹ്വലനായ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് ഭയപ്പെട്ടു നേരെ ഇറങ്ങി വന്ന് ഖദീജ ബീവിയോട് തൊട്ടടുത്ത പകലിൽ കിടന്നു വന്നു തന്നേക്കാൾ 15 വയസ്സേറെയുള്ള തന്റെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജയോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പരിശുദ്ധ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നെ ഒന്ന് പുറപ്പെടുത്തുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഖദീജ ബീവിക്ക് അറിയാം ഈ ലോകത്ത് നബുവത്ത് ലഭിക്കപ്പെടണമെങ്കിൽ കൂടി അവിടെ പഠിക്കേണ്ടതുണ്ട്. ഏതൊരു മനുഷ്യൻ ലോകത്ത് വലിയ വലിയ നേതൃത്വം, അതുപോലെ തന്നെ ലോകത്ത് വലിയ വലിയ സന്തോഷകരമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആൾ, പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഭാര്യയോട് സ്വകാര്യം ചോദിച്ചാൽ അറിയാം അയാളുടെ സ്വഭാവം.
ഭാര്യയുടെ അടുക്കലാണ് ഒരു മനുഷ്യൻ നല്ലതാവേണ്ടതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾ ഭാര്യമാരുടെ അടുക്കൽ നല്ല സ്വഭാവം കാണിക്കുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് ഈ വിഷയം പറഞ്ഞ് തന്റെ തനിക്ക് അനുഭവപ്പെട്ട ഈ അനുഭവം വിവരിച്ചപ്പോൾ ഖദീജ ബീവിക്ക് ബോധ്യപ്പെട്ടു, ഈ ലോകത്ത് നേതാവായി ഖതുമുൻ നബുവത്തുമായി വരേണ്ട ആള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ മുഹമ്മദ് റസൂലുള്ളാഹി. ലോകമാതിരിക്കുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇനി ലോകത്ത് നബിയായി വരേണ്ടതെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് ഖദീജ. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വേദനയും പ്രയാസവും തന്റെ പരിയും പ്രകടിപ്പിച്ചപ്പോൾ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഖദീജ ബീവി ചില വാക്കുകൾ പറഞ്ഞു. ഓ അൽ അമീൻ, ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും അങ്ങേ അല്ലാഹു ദുഃഖിപ്പിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിലാണ് കിട്ടിയത് കാരുണ്യമാണ്, സ്നേഹമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചുകൊണ്ട് ഖദീജ പറഞ്ഞു, ഒരിക്കലും അങ്ങേ അല്ലാഹു ദുഃഖിപ്പിക്കൂല. കാരണം കുടുംബബന്ധം ചേർക്കുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുപോലെ ഒരു കുടുംബ നേതൃത്വത്തെ കാണാൻ ലോകത്ത് കഴിയില്ല. തങ്ങളില്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രയാസം അനുഭവപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ സ്വയം ഏറ്റെടുത്ത് അത് തീർത്തു കൊടുക്കാൻ പരിശ്രമിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങേ അല്ലാഹു ദുഃഖിപ്പിക്കൂല. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത് പറയാൻ ചരിത്രപരമായ ഒരു കാരണമുണ്ട്. ഖദീജ ബീവിക്ക് ഓർമ്മയുള്ള ഒരു കഥയാണത്. 15 വർഷം മുമ്പാണ് സംഭവം നടന്നത്. അന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 25 വയസ്സ്, ഖദീജ ബീവിക്ക് 15 വയസ്സേറെ 40 വയസ്സ്. മക്കയിൽ ഒരു വലിയ പ്രധാനപ്പെട്ട കല്യാണവും സന്തോഷവും നടക്കുകയാണ്. അന്ന് മക്കയിൽ അധിക വീടുകളിലും ഭക്ഷണം പാകം ചെയ്തിട്ടില്ല. കാരണം ആ കല്യാണ വീട്ടിലെത്തിയാൽ അവർക്ക് ഭക്ഷണം ലഭിക്കും എന്നത് ഉറപ്പാണ്. ആരുടെ കല്യാണമാണ്? ഹുബൈലിന്റെ മകൾ ഖദീജയുടെ കല്യാണമാണ്. ഖദീജ ആരാണ്? അന്നത്തെ വേൾഡ് മാർക്കറ്റായ ഷാമിലെ കച്ചവടം നിയന്ത്രിക്കുന്ന ബിസിനസ് ആണ്. വലിയ പണക്കാരിയും കച്ചവടക്കാരിയുമാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഖദീജ ബീവിയുടെ വീട്ടിലാണ് കല്യാണത്തിന്റെ സദ്യ ഒരുക്കിയിരിക്കുന്നത്, കല്യാണ പന്തൽ ഒരുക്കിയിരിക്കുന്നത്. ഖദീജ ബീവിയുടെ ജീവിത സഖിയായി കടന്നു വരുന്നത്, തന്റെ പ്രിയപ്പെട്ട ഭർത്തൃപദത്തിലേക്ക് കടന്നു വരുന്നത്, ലോകമാദരിക്കുന്ന മക്ക ബഹുമാനിക്കുന്ന യതീമായ അൽ അമീൻ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ കല്യാണ ദിവസം അൽ അമീന്റെ കല്യാണത്തിനല്ല, ഖദീജയുടെ കല്യാണത്തിനാണ്. ആളുകൾ കൂട്ടം കൂട്ടമായി ഖദീജ ബീവിയുടെ കല്യാണ പന്തലിലേക്ക് കടക്കുകയാണ്. വലിയ വലിയ കോടീശ്വരന്മാരുണ്ട്, ലക്ഷപ്രഭുക്കളുണ്ട്, സാധാരണക്കാരുണ്ട്, അതിലും സാധാരണക്കാരുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ വലിയ മാളികയുടെ മുമ്പിലുള്ള പൂമുഖത്ത് സിറ്റൗട്ടിൽ അവിടെ ഇരിക്കുകയാണ്. വലതുഭാഗത്ത് അബൂ ലഹബുണ്ട്, അബൂ ത്വാലിബുണ്ട്, ഇടതുഭാഗത്ത് ഹംസയുണ്ട്, അബ്ബാസുണ്ട്. കുടുംബക്കാരി, രക്ഷിതാക്കൾ, നേതാക്കന്മാരൊക്കെയുണ്ട്. കല്യാണത്തിന്റെ രംഗം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖദീജ ബീവി ആണെങ്കിലോ താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും തന്റെ ജീവിതത്തിൽ കണ്ട സൽസ്വഭാവത്തിന്റെ ഉടമയായ പ്രിയപ്പെട്ട അൽ അമീനെ ഭർത്താവായി കിട്ടിയ സന്തോഷത്തിൽ കല്യാണത്തിന്റെ അന്നത്തെ ദിവസം പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ച് തോഴിമാർക്കിടയിൽ ചുറ്റിയടിക്കുകയാണ് വീട്ടിന്റെ ഉള്ളിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രംഗം ഇങ്ങനെ നോക്കുന്ന നേരത്ത് കല്യാണ പന്തലിന്റെ പ്രധാന കവാടത്തിലൂടെ പ്രായമുള്ള ഒരു പെണ്ണ് കടന്നു വരികയാണ്. കീറിപ്പറിഞ്ഞ വസ്ത്രമാണ്, വല്ലാതെ മോശമായ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, കാലിൽ ചെരുപ്പ് ധരിച്ചിട്ടില്ല, കാലെവിടെ നിന്നോ കൊണ്ട് കല്ലുകൊണ്ട് പൊട്ടിയിട്ടോ മറ്റോ രക്തമൊലിക്കുന്നുണ്ട്. കാലെടുത്ത് മാറ്റിവെക്കുന്ന സ്ഥലങ്ങളിൽ രക്തത്തിന്റെ പാട് കാണാനുണ്ട്. കല്യാണ പന്തലിലേക്ക് പ്രചണ്ഡ വേഷം പോലെ കടന്നു വന്ന ഈ പെണ്ണിനെ ആരും പരിഗണിച്ചില്ല.
നൂറുകണക്കിന് വിഐപികൾ ഉള്ള സ്ഥലത്ത് സാധാരണക്കാരിലും അതിലും താഴ്ന്ന വസ്ത്രം ധരിച്ചു വന്ന പാവപ്പെട്ട ഒരു പെണ്ണിനെ ആര് പരിഗണിക്കാൻ? കടന്നു വന്നപ്പോ ആരും നോക്കാതിരുന്നപ്പോ ഒന്നുകൂടി ഭയവിഹ്വലതയോടെ പരിസരം മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന പ്രായമുള്ള ഈ പെണ്ണിനെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് നോക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് കുട്ടിന്റെ പൂമുഖത്ത് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. എവിടെയോ ഓർമ്മ വന്നു. പെട്ടെന്ന് എഴുന്നേറ്റു, നേരെ നടക്കുകയാണ്. നടുവിലൂടെ നടന്നു പരിഭ്രമിച്ച് കവാടത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രായമുള്ള പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് വിളിച്ചു. ചുറ്റുഭാഗത്തുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അൽ അമീന്റെ ഉമ്മ 19 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ വഹബിന്റെ മകൾ ആമിനയാണ്. കല്യാണ ദിവസത്തിൽ എവിടെയാണ് അൽ അമീൻ ഒരു ഉമ്മ വന്നിരിക്കുന്നത്? ഈ ഉമ്മാന്റെ കൈ പിടിച്ച് എവിടെന്നാണ് ഉമ്മ വരുന്നത്? എന്താണ് ഈ ഒരു കോലം കാണുന്നത്? കൈ പിടിച്ച് നടന്നു കല്യാണ വീട്ടിന്റെ പൂമുഖത്തേക്ക് കയറി. എന്നിട്ട് ഉള്ളിലേക്ക് തല നീട്ടിയിട്ട് വിളിച്ചു, ഖദീജ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ തന്റെ പ്രിയതമന്റെ അൽ അമീന്റെ ശബ്ദം കേട്ട് തോഴിമാർക്കിടയിൽ ചുറ്റി നടക്കുന്ന സമയത്ത് അൽ അമീന്റെ ശബ്ദം കേട്ട് ഓടി വന്നിട്ട് ചോദിച്ചു, അൽ അമീൻ എന്നെ വിളിച്ചു ഖദീജ. ഇതാരാണ്? ഒരു പ്രായമുള്ള പെണ്ണ് ഖദീജ ബീവിയുടെ ചോദ്യമാണ്. അൽ അമീന്റെ മറുപടി, ഖദീജ, ഇതാരാണ് നമ്മുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നതെന്നോ? 4 വയസ്സ് വരെ എന്നെ പോറ്റി വളർത്തി 2 വയസ്സിലേറെ എനിക്ക് മുല നൽകിയ എന്റെ ഉമ്മ ഹലീമ റളിയല്ലാഹു തആല അൻഹയാണ് എന്റെ കല്യാണത്തിന് വന്നിരിക്കുന്നത്. ഹലീമ ബീവിയോട് മുത്തുനബിക്ക് പലതും ചോദിക്കാനുണ്ട്. എന്താണ് ഉമ്മാന്റെ അവസ്ഥ? ഇതൊന്നൊരു കോലമാണ്. എങ്ങനെ കാലിന് ചോര വന്നത്? മുത്തുനബിയോട് ഹലീമ ബീവി പറഞ്ഞു, പൊന്നുമോനെ, 2 മലകൾക്കപ്പുറത്താണ് ഞാനും ഭർത്താവും കുട്ടികളും താമസിക്കുന്നത്. മുഴുപട്ടിണിയും അരപ്പട്ടിണിയുമായിട്ടാണ് കാലം കഴിക്കുന്നത്. അധികവും പട്ടിണിയിലാണ്. പണിയില്ല, തൊഴിലില്ല, വേതനമില്ല, ഭക്ഷണമില്ല. എപ്പോഴും പ്രയാസമാണ്. വല്ലാത്ത വിഷമത്തിലാണ്. ഭർത്താവ് രോഗിയായി കിടക്കുകയാണ്. മക്കൾക്കൊന്നും ജോലിയില്ല. ഉള്ള മറ്റു മക്കളൊക്കെ ചെറുതാണ്. പഴയ കാലത്ത് മുല കൊടുത്തിട്ടാണ് മക്കളെ വളർത്തിയത്. ഞാൻ കുടുംബം നോക്കിയത്. ഇപ്പോൾ പ്രായമായതുകൊണ്ട് അതിന് കഴിയുന്നുമില്ല. എന്റെ പരിസരത്തുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ട എന്നെ നോക്കി എന്റെ അയൽവാസികളും നാട്ടുകാരും പറഞ്ഞു, ഹലീമ, 10-20 കൊല്ലം മുമ്പ് നിങ്ങൾ മുല കൊടുത്തൊരു കുട്ടിയില്ലേ, അബ്ദുള്ള മരണപ്പെട്ടു പോയ അബ്ദുള്ളാന്റെ മകൻ ആമിനാന്റെ മകൻ മുഹമ്മദ് എന്ന അൽ അമീൻ, അദ്ദേഹത്തിന്റെ കല്യാണമാണ് ഇന്ന ദിവസം. അവരുടെ പത്നീപദത്തിലേക്ക് കടന്നു വരുന്നത് വലിയ സമ്പന്നയായ മക്കയിലെ കുലീനയായ ഖദീജയാണ്. അതുകൊണ്ട് ഖദീജയുടെ കല്യാണത്തിന് നിങ്ങൾ പോയാൽ എല്ലാവർക്കും ക്ഷണമുണ്ട്. അവിടെ ഭക്ഷണമുണ്ട്. നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്ന് ഉറപ്പാണ്. മുഹമ്മദാകുന്ന അൽ അമീൻ ഒന്നുകൂടി നിങ്ങളെ മൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിലേക്കും ഭക്ഷണം കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നേരമെങ്കിലും സുഭിക്ഷമായി ഭക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ കല്യാണത്തിനൊന്ന് പോയി നോക്കൂ എന്ന് എന്റെ അയൽവാസികൾ എന്റെ പ്രയാസം കണ്ടവര് എന്നെ പ്രലോഭിപ്പിച്ചപ്പോ, അവരെന്നെ നിർബന്ധിപ്പിച്ചപ്പോൾ, മോനെ, ഉള്ള ഡ്രസ്സുകളിലെ ഏറ്റവും നല്ല ഡ്രസ്സാണ് ഞാൻ ധരിച്ചത്. മനഃപൂർവ്വം നിന്റെ കല്യാണം കലക്കാൻ നീ മോശമായ വസ്ത്രം ധരിച്ച് കയറി വന്നതല്ല. ഉള്ളതിൽ ഏറ്റവും നല്ല ഡ്രസ്സാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. എന്റെ കാലിൽ ചെരുപ്പില്ലാത്തത് കൊണ്ടൊരു പാറ കയറി ഇറങ്ങുമ്പോൾ അതിന്റെ മുന കൊണ്ടിട്ട് കാല് പൊട്ടിയിട്ടാണ് ചോരയൊഴുകുന്നത്. ഈ ആയിരക്കണക്കിന് വിഐപികളുള്ള വലിയ കല്യാണ സദസ്സിൽ ഞാൻ ഈ കോലത്തിൽ കടന്നു വന്നത് എന്റെ മോന് മനസ്സിന് പ്രയാസമുണ്ടെങ്കിലും ഉമ്മയോട് ക്ഷമിക്കണം. ഞാൻ തിരിച്ചു പോകാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണീരിലൂടെ, കവിൾത്തടത്തിലൂടെ കണ്ണീർ കണങ്ങൾ ഒലിച്ചു പോവുകയാണ്. ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയും കരയുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പരിശുദ്ധമായ ആപ്പിൾ പോലെ മൃദുലമായ നബുവത്തിന്റെ കൈകളെടുത്ത് തനിക്ക്
തനിക്ക് മുലയൂട്ടി തന്ന ഉമ്മയാകുന്ന ഹലീമയുടെ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീർ കടങ്ങൾ ഒപ്പിക്കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ അങ്ങനെ പറയരുത്, എന്റെ ശരീരത്തിലോടുന്ന രക്തം അങ്ങയുടെ മുലപ്പാലിന്റെ അംശമുള്ള രക്തമാണ്. അതുകൊണ്ട് ഖദീജ, ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കണം, കുടിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം, പുതുവസ്ത്രം കൊടുക്കണം. തന്റെ ഭർത്താവിന്റെ ഉമ്മയെ ലഭിച്ച സന്തോഷത്തിൽ രാജകുമാരിയെ പോലെ വിലസുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി പെട്ടെന്ന് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത് കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. കുളിച്ചു വന്നപ്പോൾ ഞാൻ കല്യാണത്തിന് അണിയാൻ വാങ്ങിയ വില കൂടിയ ഡ്രസ്സുകളിൽ ഒരു ഡ്രസ് എടുത്ത് ഖദീജ ബീബി ഹലീമ ബീബി കടിയിച്ചു കൊടുത്തപ്പോൾ പ്രയാസം കൊണ്ട് പരാധീനത കൊണ്ട് കുഴിയിലിറങ്ങിപ്പോയ ഹലീമയുടെ കണ്ണുകളും തിളങ്ങാൻ തുടങ്ങി. ഒട്ടിപ്പോയ കവിളുകളിലും ഓജസ് വന്നു. ഹലീമ ബീവിക്ക് പ്രത്യേകമായ ഒരു സന്തോഷം വന്നതുപോലെ, ഉണർവ് വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ഞാനിനി തിരിച്ചു പോവുകയാണ്, എനിക്ക് സന്തോഷമായി. ഞാൻ പോകുന്ന സമയത്ത് ഈ വീട്ടിൽ ഭക്ഷണം കിട്ടുമോ എന്റെ ഭർത്താവിനും മക്കൾക്കും കൊടുക്കാൻ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം ഉണർന്നത് കണ്ടോ? ഖദീജ ബീവിയോട് മുത്തുനബി ചോദിക്കാണ്, ഖദീജ, ഉമ്മ കല്യാണത്തിന് അറിയാതെ ക്ഷണിക്കാതെ വന്നുപെട്ട പ്രധാനപ്പെട്ട അതിഥിയാണ് എന്റെ ഉമ്മ. ആ ഉമ്മയെ വെറും കൈയോടെ മടക്കി അയക്കുന്നതെങ്ങനെ? ഉമ്മാക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തു സഹായിച്ചുകൂടെ? ഖദീജ ബീവിന്റെ ചോദ്യം എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? സഹായിക്കണം. എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഖദീജ, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഞാൻ ഒന്നുമില്ലാത്ത ആളല്ലേ ഖദീജ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി പറഞ്ഞു, എങ്ങനെ പറയരുത്, ഞാൻ എന്റെ ശരീരം മാത്രമല്ല എനിക്കുള്ള സകല സമ്പത്തും ഇനി അങ്ങയുടെ കഴുത്തിലാണ്, അധീനതയിലാണ്. ഞാൻ അതിൽ കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങയുടെ സമ്മതമെടുക്കും. അങ്ങ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്റെ സമ്മതം എടുക്കേണ്ടതില്ല. ഞാൻ എന്റെ മാത്രമല്ല, എന്റെ മനസ്സ് മാത്രമല്ല, ശരീരം മാത്രമല്ല, എന്റെ എല്ലാ സമ്പത്തും അങ്ങക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇനി ഒന്നുമില്ലാത്ത ആളാണെന്ന് പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും ഖദീജ ബീവിയോട് ചോദിക്കാണ്, ഒരു 40 ആടുകളെ കൊടുക്കാമോ ഉമ്മാക്ക്? നമുക്കൊരു 40 ആടുകളെ കൊടുത്തുകൂടെ? അന്നത്തെ ഒരു സമ്പത്താണത് ആടുകൾ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, അങ്ങല്ലേ പറഞ്ഞത്, അങ്ങയുടെ ജനത്തിലോടുന്ന രക്തം ഈ ഉമ്മാന്റെ മുലപ്പാലാണെന്നു. അങ്ങയുടെ ഉമ്മ എന്റെയും ഉമ്മയല്ലേ? നമ്മുടെ കല്യാണ സദസ്സിന്റെ സന്തോഷത്തിന് ഉമ്മ വന്നുപെട്ടതിന്റെ ആനന്ദം അറിയിക്കാൻ നമ്മുടെ കല്യാണ ഉപഹാരമായി 40 ആടുകളെ അകണ്ട. ആ മലഞ്ചെരിവിന് താഴെ കാണുന്ന 100 കണക്കായ ആടുകളെ മുഴുവനും അങ്ങയുടെ ഉമ്മാക്ക് നമ്മുടെ കല്യാണ സമ്മാനമായി കൊടുക്കാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമൊന്ന് പ്രകാശിച്ചു പോയി. ആടിനെ അറുത്ത് ഉമ്മാക്കും കുടുംബക്കാർക്കും പാകം ചെയ്തു കൊടുക്കാൻ ഒരു വേലക്കാരനെ കൊടുക്കാം. ആടിനെ മേയിച്ചു നടക്കാൻ ഒരു അട്ടിടയനെയും കൊടുക്കാം. ഓപ്പോസിറ്റ് മുബാറക് സെന്ററിലോ ഖദീജ ഉമ്മ നടന്നിട്ടാണ് വന്നത്. കാലിൽ ചെരുപ്പ് ധരിക്കാതെ നടന്നു വന്ന ഉമ്മാന്റെ കാലിലതാ പൊട്ടിയിരിക്കുന്നു. ഉമ്മാക്ക് നടന്നു പോകാൻ വഴിയില്ല, വാഹനം കൊടുക്കാമോ? അൽ അമീൻ എന്തിനാണെന്ന് ശങ്കിക്കുന്നത്, സംശയിക്കുന്നത്? അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നർ ഉപയോഗിക്കുന്ന മെർസഡീസ് വാഹനമാണ് ചുവന്ന ഒട്ടകം. ആ ഒട്ടകത്തെ തന്നെ അങ്ങയുടെ ഉമ്മക്ക് നമുക്ക് കൊടുക്കാം. എനിക്കുള്ള ഒരുപാട് ഒട്ടകങ്ങൾ, ചുവന്ന ഒട്ടകങ്ങൾ ഉണ്ട്, അതിൽ നിന്നൊന്ന് കൊടുക്കാം. ഒട്ടകത്തിന്റെ ഡ്രൈവറായി ഒരു ഒട്ടകക്കാരനെയും കടിഞ്ഞാട് പിടിച്ച് നടത്തുന്ന ഒരാളെയും കൊടുക്കാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ വലിയ ഓഫർ കേട്ട ഹലീമ റളിയല്ലാഹു തആല അൻഹ
അവരുടെ ചുണ്ടുകൾ ചലിക്കുകയാണ്, വിതുമ്പുകയാണ്, കരളുകൾ കരയുകയാണ്, മനസ്സ് പൊട്ടുകയാണ്. ഹലീമ ബീവിയെ എങ്ങനടിച്ചു വിങ്ങി വിങ്ങി കരയുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉമ്മ സന്തോഷിക്കേണ്ട സമയമല്ലേ, എന്തിനാണ് കരയുന്നത്? പൊന്നുമോനെ, ഒരു പ്രതീക്ഷയുമില്ലാതെ ഞാൻ നിന്റെ കല്യാണ സദസ്സിലെത്തിയത്. എത്രയോ കുട്ടികൾക്ക് ഞാൻ ചെറുപ്പത്തിൽ മുല കൊടുത്തിട്ടുണ്ട്. പക്ഷേ വലുതായ സമയത്ത് അവരാരും എന്നെ തിരിച്ചറിയാറില്ല. തിരിച്ചറിഞ്ഞാൽ അറിഞ്ഞ ഭാവം നടിക്കാറില്ല. അവരങ്ങോട്ട് സഹായം ചോദിച്ചാൽ തന്നെ മീണ്ട് ചെയ്യാറില്ല. അതേ സമയത്ത് 25 കൊല്ലം വരെ പ്രയാസത്തോടെ ജീവിച്ച നീ, ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് ജീവിച്ച നീ, നിന്റെ ജീവിതത്തിൽ നടുനിവർന്ന ദിവസമാണിന്ന്. നിന്റെ ജീവിതത്തിലേക്ക് സമ്പത്തെന്ന സൗഭാഗ്യം കടന്നു വന്നതാ ദിവസമാണ്. ഈ ദിവസം തന്നെ ആയിരക്കണക്കിന് വിഐപികളുടെ മുമ്പിൽ നിന്നും നിന്റെ കല്യാണത്തിന് കളങ്കമേൽപ്പിക്കാൻ ഏത് നിലക്കും സൗകര്യമുള്ള വേഷത്തിൽ കടന്നു വന്ന ഞാൻ, എന്നെ ഈ ആളുകളുടെ മുമ്പിൽ നിന്ന് നെഞ്ഞോട് കൈ ചേർത്ത് പിടിച്ചു ഉമ്മ എന്ന് നീ വിളിച്ച വിളിയില്ലേ, അതിന്റെ കൽവിലാണ് തറച്ചത്. എന്റെ നാട്ടിലും പരിസരങ്ങളിലുമുള്ള ആളുകളിൽ ഏറ്റവും പാവപ്പെട്ട ആളാണ് ഞാൻ. ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച് ചെരുപ്പ് ധരിക്കാതെ വീട്ടിൽ നിന്ന് പട്ടിണി മാറ്റാൻ വഴി തേടി ഇറങ്ങിയ ഞാൻ തിരിച്ചടി എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ നൂറുകണക്കായ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ നൂറുകണക്കായ ആളുകളെ ചുറ്റും കൂടിയ ആളുകളുടെ ഇടയിൽ ചുവന്ന ഒട്ടകത്തിന്റെ മേലെ ഒട്ടകക്കാരൻ ഡ്രൈവറിനെ നയിച്ച് ആട്ടിടയനും ആടിനെ അറുക്കാൻ പറ്റുന്ന വേലക്കാരൻ 3 ആളുകൾ മൊത്തത്തിൽ അവരെയും കൂട്ടി എന്റെ നാട്ടിലും പരിസരങ്ങളിലുമുള്ള ആളുകളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നയാക്കിയിട്ടാണ് എന്റെ പൊന്നുമോൻ എന്നെ തിരിച്ചേക്കുന്നത്. ഒരിക്കലും അല്ലാഹുവേ ദുഃഖിപ്പിക്കൂല മോനെ. 15 വർഷം മുമ്പ് പറഞ്ഞ വാക്കാണത്. ഹലീമ ബീവി മുത്തുനബിയോട് പറഞ്ഞു, മോനെ, ആരും പരിഗണിക്കാത്ത സമയത്ത് നീ എന്നെ പരിഗണിച്ച് പണ്ടൊരൽപ്പം മുല തന്നു എന്ന കാരണം കൊണ്ട് നീ എന്നെ ഉമ്മാന്റെ സ്ഥാനത്ത് വെച്ചതിനേക്കാൾ വലിയ മഹത്വം നൽകി ആദരിച്ച് ഈ ആളുകൾക്കിടയിൽ ഏറ്റവും വലിയ സൗഭാഗ്യം എനിക്കുണ്ടാക്കി തന്ന് നിന്റെ ഭാര്യയെ കൊണ്ട് എനിക്ക് സമ്മാനം ധരിപ്പിച്ച് നീ എന്നെ തിരിച്ചയക്കുന്നത് സന്തോഷത്തോടെയാണ്. ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ആലോചിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് നിയന്ത്രണം കിട്ടാത്തത്. ഒന്നുമില്ലാതെ കല്യാണ പന്തലിലേക്ക് കടന്നു വന്ന ഹലീമ ബീവി റളിയല്ലാഹു അൻഹയെ സകല സൗഭാഗ്യങ്ങളും നൽകി തിരിച്ചയച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം കണ്ടു. തന്റെ ജീവിതത്തിൽ സമ്പത്ത് ലഭിക്കുന്ന ദിവസം ഈ സമ്പത്ത് ഉപയോഗിച്ച് എങ്ങനെയാണ് എനിക്ക് വലിയ മുതലാളിയാകാൻ കഴിയുന്നത് എന്ന് ആലോചിക്കുന്നതിന് പകരം ഈ സമ്പത്ത് എങ്ങനെയാണ് കച്ചവടം ചെയ്തിട്ട് എനിക്ക് പരിപോഷിപ്പിക്കാൻ പറ്റുന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം പാവപ്പെട്ട മനുഷ്യരിലേക്ക് സുബ്ഹാനല്ലാഹ് 15 കൊല്ലം കൊണ്ട് ഇപ്പോൾ 40 വയസ്സായ മുത്തുനബിക്ക് ഖദീജ ബീവിക്കറിയാം താൻ സമർപ്പിച്ച സമ്പത്തുകൾ ഒഴുകിയ വഴികൾ എവിടെയാണെന്നും അത് പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് നടന്നു കയറി. തന്റെ കോടിക്കണക്കായ സമ്പത്തിന്റെ വ്യാഴഭാഗവും തന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും പാവപ്പെട്ട ചെറ്റപ്പുരകളിലേക്കാണ് നടന്നു കയറിയത്. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാറില്ലാത്ത കുടിലുകൾക്കാണ്, ആ വീടുകളിലാണ് അടുപ്പ് പുകഞ്ഞത്, അവിടെയാണ് ഭക്ഷണം കഴിച്ചത്. രോഗികൾക്കാണ് ആ സമ്പത്തൊഴുകിയെത്തിയത്. പാവപ്പെട്ടവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി ഖദീജ ബീവിയുടെ സമ്പത്തിലേറെയും 15 വർഷം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവപ്പെട്ടവരിലേക്ക് റഹ്മത്തായി ഒലിച്ചിറങ്ങി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഒരിക്കലും അങ്ങയെ അല്ലാഹു ദുഃഖിപ്പിക്കൂല നബിയെ, തങ്ങൾ ഭയപ്പെടണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനെ സമാശ്വസിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് നാം ഊർജ്ജം ഉൾക്കൊണ്ടത്. പാവപ്പെട്ടവരെ സഹായിക്കണം, അശരണരെ സഹായിക്കണം,
ചോദിക്കാൻ വരുന്നവരെ തട്ടിയോടിക്കരുത്. പ്രയാസങ്ങൾ പരിഭവങ്ങൾ പറയുന്നവനെ ആക്ഷേപിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റേതാണ് ലോകം, അവന്റേതാണ് സമ്പത്ത്, അവന്റേതാണ് സൗഭാഗ്യങ്ങളെല്ലാം. ചിലർ അല്ലാഹുവിന്റെ ആരോഗ്യം കൊടുക്കും, ചില ആളെ അല്ലാഹുവിന്റെ വൈകല്യമുള്ളവനാണ്, ചില ആളുകൾക്ക് അല്ലാഹു വലിയ സമ്പത്ത് കൊടുക്കും, ചില ആൾ അല്ലാഹു ദരിദ്രനാക്കി, ചില ആളുകൾ അല്ലാഹു ഇൽമ കൊടുക്കും, ചില ആളുകൾ അല്ലാഹുവിന്റെ തീരെ വിവരമില്ലാത്തവനാണ്. അങ്ങനെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിച്ച കൗതുകങ്ങളാണ്. എന്തിനാണ്? ദരിദ്രത്തിൽ ജീവിക്കുന്ന ആൾ ക്ഷമിക്കുന്നുണ്ടോ എന്നറിയാൻ. സമ്പത്ത് നല്ലോണം നൽകപ്പെട്ട ആൾ അതനുസരിച്ച് അതിന്റെ ഹക്കനുസരിച്ച് കൂട്ടുന്നുണ്ടോ എന്നറിയാൻ അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സംസാരം തുടരുന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സുന്നത്തായതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹ്ശറയിൽ 5 കാര്യത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ നിർത്തേണ്ടയും കാലനക്കാനില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി പ്രധാനപ്പെട്ട ഒരു ഭാഗം ആയുസ്സിനെ സംബന്ധിച്ച് ചോദിക്കും, യുവത്വത്തെ സംബന്ധിച്ച് ചോദിക്കും, സമ്പത്തിനെ സംബന്ധിച്ച് ചോദിക്കും, എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ചെലവാക്കിയത്. കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. ആമീൻ. നീ പഠിച്ചതനുസരിച്ച് ചെയ്തിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ, വിവരമുള്ളവരുടെ ചോദ്യമാണ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, നന്നായി അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം, ഊർജ്ജം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലീദിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബിനെ ഇത്തിബാഅ് ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാൻ ഹബീബിലേക്ക് നടന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പറഞ്ഞില്ലേ, സ്നേഹം ലോകത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്, കുഴപ്പങ്ങൾ നടക്കുകയാണ്. നമ്മുടെ രാജ്യങ്ങളിലും പരിസരങ്ങളിലും ഒക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ, തീവ്രവാദ പ്രശ്നങ്ങൾ, ഭീകരവാദങ്ങൾ, മറ്റു പലതും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ, ലോകത്ത് സന്തോഷം നിലനിൽക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി വിളിക്കുകയാണ് കാരുണ്യത്തിലേക്ക്. ഹബീബിന്റെ സന്ദേശം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനം, ആ ദർശനത്തിലേക്ക് ലോകം കടന്നു വന്നാൽ ലോകത്ത് സമാധാനത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല. ലോകത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഭാവനം ചെയ്ത ഒരു മഹത്തായ ആദർശവും ആശയവും ഉണ്ട്. അത് സ്നേഹത്തിന്റെ ആശയമാണ്, കാരുണ്യത്തിന്റെ ആശയമാണ്. ഒരിക്കലും ഒരാളെയും അടിക്കാൻ, ഒരാളെയും ആക്രമിക്കാൻ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി ജീവിതത്തിൽ വകുപ്പില്ല, കാണാൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ മദീനത്തുൽ മുനവ്വറ, പരിശുദ്ധ മദീനത്തുൽ മുനവ്വറ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ ആരുടെ വീട്ടിലേക്കാണ്? ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. മകളെ സ്നേഹിക്കേണ്ടത് എങ്ങനെ? മകളെ കടന്നു വരുമ്പോൾ എന്തൊരു സ്നേഹമാണ്. ഫാത്തിമ ബീവി കടന്നു വന്നാൽ ഹബീബ് തങ്ങൾ എഴുന്നേറ്റ് ഫാത്തിമ ബീവിയുടെ നെറ്റിയിൽ ചുംബിച്ച് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ ഇരുത്തും. ഒരു സ്നേഹമാണ് ബാപ്പയും മകളും തമ്മിലുള്ള സ്നേഹം. ആ സ്നേഹം ഏറ്റവും കൂടുതൽ കണ്ടത് അവിടുത്തെ വഫാത്തിന്റെ സമയമാണ്. പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത സ്നേഹം. സ്നേഹിക്കുന്ന ആൾ പരസ്പരം ഉണ്ടാകുന്ന അല്ലാത്ത സ്നേഹമായിരിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ ഭാര്യയും കുടുംബക്കാരും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആയ ആളുകൾ ചിലപ്പോൾ അവർക്ക് ടെൻഷൻ അടിക്കാറുണ്ട്. എയർപോർട്ടിൽ ഉണ്ടാകുമ്പോൾ 2 മാസം കാണാൻ പറ്റൂലല്ലോ. ടെൻഷൻ, വിരഹത്തിന്റെ വേദന ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് റസൂലുള്ളാഹി ഫാത്തിമ ബീവിയോട് എന്തൊരു സ്നേഹമാണ്. മരിക്കുന്ന സമയത്ത്, വഫാത്തിന്റെ സമയത്ത് പരിശുദ്ധ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് മകളെ
സമ്പാദിക്കാനും കഴിയില്ല. അതുകൊണ്ട് കുടുംബത്തിൽ ആദ്യം എന്നിലേക്ക് ചേരുന്നത് നീയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്റെ അടുക്കിലേക്ക് വരണമെന്ന് ജീവിതത്തിൽ അവരിരുന്നാൽ മോളിൽ കാണാം. പക്ഷെ എന്നാലും അതിനുശേഷമുള്ള ഒരുപോലുള്ള ജീവിതം, മർദ്ദതയായ ജീവിതവും അതിലേക്ക് ഫാത്തിമയെ ക്ഷണിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫാത്തിമ ബീവിയുടെ മക്കൾ കരയുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വിശന്നിട്ട് കരയുകയാണ്. അല്ലാതെ പ്രയാസം തോന്നി മുത്തുനബിക്ക് എന്തിനാ മക്കള് കരയണത്? ഒന്നുമില്ല വാപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. ഒരുപാട് ദൂരം ഇങ്ങനെ സഞ്ചരിച്ചു. എവിടെയെങ്കിലും കാണോ വല്ല പണിയെടുക്കാൻ, ലോകം ശ്രദ്ധിക്കാൻ കാരണക്കാരനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു നോക്കി. എവിടെയെങ്കിലും വല്ലതും കാണോ പണിയെടുക്കാൻ. ഒരു നല്ല തോട്ടം കാണുകയാണ്, ഈത്തപ്പഴത്തോട്ടം. ആ തോട്ടത്തിന്റെ ഉള്ളിൽ കയറി ഒരൽപ്പം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു കിണറുണ്ട്. അതിന്റെ അടുക്കലുണ്ട് അറാബിയായ ഒരു മനുഷ്യൻ. പരിപരുത്ത സ്വഭാവമുള്ള ആള്, ജടപിടിച്ച മുടിയും താടിയൊക്കെയുള്ള ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. അയാളുടെ അടുക്കൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു, സുഹൃത്തേ, ഈ തോട്ടത്തിൽ എനിക്ക് പറ്റുന്ന വല്ല പണിയുമുണ്ടോ? അയാൾ ആ തോട്ടത്തിന്റെ കാര്യസ്ഥനാണ്, മുതലാളിയല്ല. അയാൾ പറഞ്ഞു പണിയുണ്ട്. ബക്കറ്റിൽ കിണറ്റിൽ മുക്കിയിട്ട് വെള്ളം കോരിയിട്ട് ഒരു മരത്തിനൊഴിച്ചാൽ ഒരു ബക്കറ്റിന് 3 ഈത്തപ്പഴം കൂലി തരാം. സാഹസികമായി വെള്ളം കോരിയെടുത്താൽ 3 ഈത്തപ്പഴം കൂലി തരാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറാബിയുടെ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. ഒന്നാമത്തെ പ്രാവശ്യം കയറ് മുക്കിയിട്ട് വെള്ളം വലിച്ചു. വെള്ളമെടുത്തിട്ട് മരത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു. പറഞ്ഞ സ്ഥലത്ത് ഒഴിച്ചു കൊടുത്തു. രണ്ടാമതും ഒഴിച്ചു. മൂന്നാമതും കോരിയൊഴിച്ചു. കയറ് പിടിച്ച് പരിചയമില്ലാത്ത പരിശുദ്ധ രൂപത്തിന്റെ കരങ്ങളാണിത്. ആ കരങ്ങളിലൂടെ കയറിങ്ങനെ പോകുമ്പോ വേദന അനുഭവപ്പെടുന്നുണ്ട്. എന്തോ ഒരു അശ്രദ്ധ കൊണ്ട് 4ാമത്തെ പ്രാവശ്യം കിണറിലേക്ക് കയറ് താക്കുന്ന സമയത്ത് അത് പിടുത്തം വിട്ടുപോയി. അത് നേരെ കിണറിലേക്ക് വീണുപോയി. ബക്കറ്റും കയറും കിണറിൽ കിടക്കുകയാണ്. അറാബിന്റെ സ്വഭാവം പണ്ട് തന്നെ റഫാണ്. ഇപ്പോൾ അത് കൂടുതൽ ഭയമുള്ളതാക്കി. വല്ലാതെ പരുപരുത്ത സ്വഭാവമുള്ളവരല്ലേ അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാതെ വിഷമം പ്രയാസവുമായി അയാളുടെ പണി മുടങ്ങിയിരിക്കുന്നു. തന്റെ കാരണം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമിക്കൂ സഹോദര, നമുക്കത് എടുക്കാം. പക്ഷെ അയാൾക്കുണ്ടോ സമയവും അയാൾക്കുണ്ടോ ക്ഷമയും വരുന്നു. അയാൾ ചാടി എഴുന്നേറ്റ് അറിയാതെ പണിക്കെന്തിനാണ് നീ നിന്നത് എന്ന് ഒരൊറ്റ അടിയാണ് കൊടുക്കുന്നത്. എവിടെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ മുഖത്താഞ്ഞു വലിഞ്ഞൊരടിയങ്ങ് കൊടുത്തു. അറാബിയുടെ അടി കൊണ്ട് ചുവന്നു തുടുത്തിരിക്കുന്ന മുത്തുനബിയുടെ പരിശുദ്ധ രൂപത്തിന്റെ മുഖത്ത് അടിയുടെ പാട് വന്നു പടുത്തു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ തിരിച്ചടിച്ചില്ല. അയാളോടൊന്ന് ഗൗരവത്തിൽ അയാളെ ഒന്നും നോക്കിയില്ല. ദൂരമായൊന്നും സംസാരിച്ചില്ല. കാരണം തെറ്റ് എന്റേതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അയാൾ എത്രയും പെട്ടെന്ന് എടുത്തു കൊടുക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചത് മൈൻഡ് ചെയ്യാതെ ഒരൽപ്പം സാധനങ്ങളൊക്കെ കൂട്ടിക്കെട്ടി സാഹസികമായി കിണറിലേക്ക് താഴ്ത്തിട്ട് ഇതിന് പുറത്തിയിട്ട് കയറങ്ങനെ മെല്ലെ 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 വലിച്ച് കയ്യിൽ പിടിച്ച് ഈ ബക്കറ്റ് ഇങ്ങോട്ട് എടുത്തു കൊടുത്തിട്ട് ഇയാളോട് പറഞ്ഞു, സഹോദര, നിന്റെ പണി ഒരൽപ്പം മുടങ്ങിപ്പോയതിൽ നീ എന്നോട് ക്ഷമിക്കണം, നീ എന്നോട് പൊരുത്തപ്പെടണം. 3 ബക്കറ്റ് വെള്ളമാണ് ഞാൻ നിനക്ക് കോരിത്തന്നത്. നീ പറഞ്ഞ കണക്കനുസരിച്ചുള്ള 9 ഈത്തപ്പഴത്തിന് ഞാൻ അർഹനാണ്. ആ 9 ഈത്തപ്പഴം കിട്ടിയാൽ എനിക്ക് പോകാമായിരുന്നു. കാരുണ്യത്തിന്റെ കടലേ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബിന് അയാൾ എണ്ണിക്കൊടുത്തു 9 ഈത്തപ്പഴം. അതും വാങ്ങി നിനക്ക് പറ്റിയ പ്രയാസത്തിൽ ക്ഷമിക്കണമെന്ന് ഒന്നുകൂടി പറഞ്ഞ് സമാശ്വസിപ്പിച്ച് വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് വന്നു. ഫാത്തിമ ബീവിയുടെ വീട്ടിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന മക്കളെ വിളിച്ച്, പ്രിയപ്പെട്ട പിതാമഹൻ, ലോകത്തൊരു നേതാവ് പ്രിയപ്പെട്ട മക്കൾക്കും കിട്ടാത്ത ഭാഗ്യമല്ലേ അത്. ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ മൗലാന മൗല സഖലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി
തുടയിലും മക്കളെ വിളിച്ചിരുത്തി. മക്കൾക്ക് ഈത്തപ്പഴം എടുത്തു വായിലിങ്ങനെ മുറിച്ചിട്ട് കഷ്ണം കഷ്ണമായി പ്രിയപ്പെട്ട ഉപ്പാപ്പ ലോകത്തിന്റെ ഗുരു മക്കളുടെ ചുണ്ടിലിങ്ങനെ ഈത്തപ്പഴം വെച്ചു കൊടുത്ത് അവരുടെ സന്തോഷവും ചിരിയും കണ്ട് സന്തോഷിക്കുകയാണ്. ആ സമയത്ത് കിണറിന്റെ അടുക്കൽ തോട്ടത്തിലുള്ള അവസ്ഥ എന്താണ്? അയാളാബി ഇങ്ങനെ ആലോചിക്കാൻ, ഇതെന്തൊരു മനുഷ്യനാണ്. ഞാൻ അയാളുടെ എന്റെ ബക്കറ്റും കയറും താഴെയിട്ടിട്ട് അയാളെ ക്രൂരമായി അടിച്ചിട്ടൊരു വാക്കുപോലും മറുത്തു പറയാതെ, മുഖം കറുപ്പിച്ച് സംസാരിക്കാതെ, തുറിച്ചൊന്നു നോക്കാതെ, വളരെ സ്നേഹത്തോടെ പുഞ്ചിരി മായാതെ മുഖവുമായി എന്നെ സമാശ്വസിപ്പിച്ച ആ സാധനം എടുത്തു തന്ന് തന്റെ കുലിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങിപ്പോയ മനുഷ്യൻ. എന്തൊരു സ്വഭാവമുള്ള മനുഷ്യനാണ് അയാളെ. ഞാൻ തച്ചപ്പോൾ അയാൾ എന്നെ അടിച്ചിരുന്നെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാകുമായിരുന്നു. തിരിച്ചടിച്ചിരുന്നെങ്കിൽ എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടാകുമായിരുന്നു. അടിച്ചപ്പോൾ ചീത്ത വിളിച്ചിരുന്നെങ്കിൽ സമാധാനിക്കാമായിരുന്നു. ഒന്നും ചെയ്യാതെയല്ലേ അയാൾ പോയത്. അയാളെ പറ്റിയിട്ട് നാട്ടുകാര് പറയുന്നത് ഹാത്തിമുൻ നബിയാണെന്നാണ്. സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നബിയാകാനേറെ സാധ്യതയുള്ള സ്വഭാവമാണ്. അങ്ങനെയാണെങ്കിലല്ലോ ഞാൻ എന്റെ കൈ കൊണ്ടടിച്ചിരിക്കുന്ന ഒരു നബിയുടെ മുഖത്താണല്ലോ. ഇതിനെന്താണ് ഒരു പരിഹാരം? ചിന്തിച്ചിട്ട് അയാൾക്ക് ഒരു പിടിയും കിട്ടണില്ല. ആളെന്ത് ചെയ്തു? കല്ലിന്റെ മേലെ കൈ കയറ്റി വെച്ച്, കല്ലിന്റെ മേലെ കൈ കയറ്റി വെച്ച് ഇടത്തെ കൈയിൽ വാക്കത്തി പിടിച്ച് ആഞ്ഞുവാഞ്ഞൊരൊറ്റ വെട്ടങ്ങ് കൊടുത്തു. അറാബിയുടെ മരത്തെ കൈപ്പത്തി കരത്തിട്ടിങ്ങനെ പടയാൻ തുടങ്ങി. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് പ്രിയപ്പെട്ട മക്കൾക്ക് ഈത്തപ്പഴം കൊടുക്കുന്ന സമയത്താണ് കഥകിലൊരു മുട്ട് കേൾക്കുന്നത്. നബി തങ്ങൾ എഴുന്നേറ്റ് വന്ന് ഫാത്തിമ ബീവിയുടെ വീട്ടിൽ നിന്ന് വാതിലങ്ങ് തുറന്നു നോക്കുമ്പോൾ ഇടത്തെ കൈയിൽ വലത്തെ കൈ പറ്റി പിടിച്ചു. ഈ കൈ ഇങ്ങനെ ചോരയൊലിപ്പിച്ചുകൊണ്ടാണ് അറാബി നിൽക്കുന്നത്. മുഹമ്മദേ, എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊരുത്തപ്പെടണം. എന്താണ് നീ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വിശ്വസിക്കാനാവണില്ല. നീ എന്താണ് കാണിച്ചത് മുഹമ്മദേ? നിങ്ങൾ വന്നിട്ട് എന്റെ ബക്കറ്റും കയറും നിലത്തിട്ടതിന് നിങ്ങളെ ഞാൻ അടിച്ചല്ലോ. അടിച്ച സമയത്ത് നിങ്ങൾ എന്നെ ക്രൂരമായി ഒന്ന് നോക്കുകയോ തിരിച്ചടിക്കുകയോ ചീത്ത പറയുകയോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഈ കടും കൈ ചെയ്യില്ലായിരുന്നു. നിങ്ങൾ സന്തോഷത്തോടെ ചിരിച്ചിട്ടല്ലേ വന്നത്. നിങ്ങൾ നബിയാണെന്നല്ലേ ആളുകൾ പറയുന്നത്. നിങ്ങളെ അടിച്ച കൈ എനിക്ക് വേണ്ടാതെ ഞാൻ തീരുമാനിച്ചു. ഒരു നബി അടിച്ച കൈ നരകത്തിലാണെന്നല്ലേ പറയുന്നത്. ആ കൈയിന്റെ കാരണം കൊണ്ട് ഞാൻ നരകത്തിൽ പോകണ്ട. അതുകൊണ്ടാണ് ഞാൻ കൈവട്ടി മാറ്റിയത്. എനിക്ക് ഈ കൈ വേണ്ട. നിങ്ങൾ പൊരുത്തപ്പെടണം കേട്ടോ. മുഹമ്മദ് റസൂലുള്ളാഹി അറബിക്ക് മാത്രമല്ല, അറാബിക്ക് മാത്രമല്ല, അജമിന് മാത്രമല്ല, എല്ലാ സൃഷ്ടികളിലേക്കും കാരുണ്യമായ മുഹമ്മദ് റസൂലുള്ളാഹി അറാബിയോട് പറയുന്നത് കേട്ടോ, നീ എന്തിനാണ് നിന്റെ കൈവെട്ടിയത്? നീ എന്റെ മുഖത്തടിച്ചപ്പോൾ എനിക്ക് നിന്നോട് വെറുപ്പ് തോന്നിയില്ല. അതേ സമയത്ത് നിന്റെ കൈ നീ വെട്ടിമാറ്റിയപ്പോ നിന്നോട് എനിക്ക് വെറുപ്പ് തോന്നുന്നു. എന്തിനാണ് നീ നിന്റെ കൈവട്ടി മാറ്റിയത്? അതിനാണോ നിനക്കുള്ള കൈ തന്നത്? അതുകൊണ്ട് നീ ചെയ്തത് ശരിയായില്ല. അയാള് പിന്നെയും പറഞ്ഞു, അങ്ങേ അടിച്ച കൈ എന്റെ ശരീരത്തിൽ ഉണ്ടായാൽ ഞാൻ നരകത്തിൽ കിടക്കുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് മുറിച്ചു കളഞ്ഞത്. പൊരുത്തപ്പെട്ടു തരണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ വിഷയമൊന്ന് പറഞ്ഞപ്പോൾ ഇയാള് പറയാണ്, മുഹമ്മദേ, വരുമ്പോൾ എനിക്ക് സംശയമേ ഉണ്ടായിരുന്നു നബിയാണെന്ന്. അങ്ങയുടെ ഈ സംസാരം അങ്ങേ അടിച്ചതിലല്ല, മറിച്ച് എന്റെ കൈ ഞാൻ മുറിച്ചതിലാണ്. അങ്ങക്ക് എന്നോട് വെറുപ്പെന്ന് പറഞ്ഞപ്പോൾ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്. അന്നക റസൂലുള്ളാഹ്, അങ്ങാട് ലോകത്തിന്റെ നായകർ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അറാബി മുത്തുനബിയുടെ കൈ പിടിച്ച് ഷഹാദത്തിലേക്ക് വരികയാണ്. അറാബിക്ക് ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്, ഒരു അപേക്ഷ കൂടിയുണ്ട്. ഓ ഹബീബായ നബിയേ, എന്റെ
എന്റെ നല്ല നബിയെ തോട്ടം. ഞാനൊരു പണിക്കാരനാണ്, എനിക്ക് ഭാര്യയും മക്കളും കുടുംബവുമുണ്ട്. എനിക്ക് പണിയെടുക്കണമെങ്കിൽ കൈ വേണം നബിയെ. കൈയില്ലാതെ എങ്ങനെയാണ് പണിയെടുക്കാതെ എങ്ങനെയാണ് കുടുംബം പോറ്റുന്നത്? എന്റെ കൈ കണ്ടിച്ചിട്ടല്ലേ ഉള്ളത് നബിയേ. നബിമാർക്ക് അമ്പിയാക്കൾക്ക് മരിപ്പിച്ചവരെ ജീവിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റും. കുരുടന്മാരുടെ കുരുട് മാറ്റാൻ കഴിയും. വെള്ളപ്പാണ്ട് രോഗം ശിവയാക്കാൻ കഴിയും. അമ്പിയാക്കൾ കള്ള കൊടുക്കുന്ന കഴിവുകളില്ലേ നബിയേ. അന്ന് വിചാരിച്ചാൽ എന്റെ കൈ ഒന്ന് റെഡിയാക്കാൻ പറ്റുമല്ലോ. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് ഈ മനുഷ്യന്റെ ഇടത്തെ കൈയിൽ നിന്ന് വലത്തെ കൈ വാങ്ങി അവിടെ വെച്ച് തന്റെ പരിശുദ്ധമായ തൊപ്പുനീരൊന്ന് പുരട്ടി ഒരു ഊത്തമൊന്ന് കൊടുത്തു. അറാബിയുടെ കൈയൊന്ന് റെഡിയായി പോയി. കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുൻ ദിക്റുഹു റൗഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമ്മി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, കൈവെട്ടിയവൻ തന്നെ അടിച്ചവന്റെ കൈവെട്ടിയവനോട് വിശേഷിച്ച മുഹമ്മദ് റസൂലുള്ളാഹ്. തന്നെ അടിച്ചവനോട് സ്നേഹം പ്രകടിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹ്. ആ ലയത്തിലേക്ക്, കടലിലേക്കാണ്, കാരുണ്യത്തിന്റെ സമുദ്രത്തിലേക്കാണ് ഹബീബിന്റെ ക്ഷണം. കടലിൽ ലയിക്കാൻ നൽകട്ടെ. പരസ്പരം കാരുണ്യമുള്ളവരാവുക. മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമുള്ള ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. പരസ്പരം കൃപ ചെയ്യുന്ന സന്തോഷമുള്ള അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് മടങ്ങി വരണം. മദീന നമ്മുടെ അഭയ കേന്ദ്രമാണ്. മദീന നമ്മുടെ സന്തോഷമുള്ള കേന്ദ്രമാണ്. അല്ലാഹു നമ്മെ മദീനയിൽ എത്തിക്കട്ടെ. ആ സ്ഥലത്തന്നെ ഒന്ന് എഴുന്നേപോലെ എഴുന്നേൽക്കാൻ ഒരു 3 സ്വലാത്ത് കഴിയാനായി. 7 മണിക്കാണ് തുടങ്ങിയത്. ഇല്ല, അത് പുറപ്പെട്ടില്ല. വാ വാ വാ, ഷാർജ റോഡിൽ ലുലുവിൻ്റെ അടുത്ത് വാ. ആ, അവിടുന്ന് പാർക്ക് ചെയ്ത് നടന്നാൽ മതി. ആ, റോളിൽ ലുലുവിൻ്റെ അടുത്ത്. ഓക്കെ. പരിശുദ്ധമായ അവിടെ ഹബീബിന്റെ ജീവിതം പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അറിഞ്ഞ അഷ്റഫായ മനുഷ്യൻ പട്ടാളക്കാർ തള്ളിയാലും മാറാൻ മനസ്സ് വരുന്നില്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടിലെത്തിയവരൊക്കെ അങ്ങനെ തന്നെ, ഹബീബിനെ സ്നേഹിച്ചവരൊക്കെ അങ്ങനെ തന്നെ. അഹഖൽബി മുഅതൈതു വദിയൻ ഖഫറാ തബദൽബി തറബൻ വീനായി ത്വാഹ തഅലിയൽ ലിതാലിതാ. മദീനയിൽ നിന്ന് മടങ്ങി നാട്ടിലേക്ക് പോകുന്ന മനുഷ്യൻ അവന്റെ മനസ്സെങ്ങനെയും വാഹനത്തിൽ കയറുന്നില്ല. അവന്റെ മനസ്സൊരിക്കലും അവിടെ നിന്ന് പറിച്ചു നടാൻ കഴിയുന്നില്ല.
കാരണം എന്താണ്? റബീഉൽ അവ്വൽ 12 ദിവസം എത്രയോ നാളുകൾക്ക് മുമ്പേ കാത്തുനിന്ന പ്രദേശക്കാർ, പരിശുദ്ധ മദീന നിവാസികളായ സ്വഹാബികൾ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന പരിശുദ്ധരായ ആളുകൾ. മദീനയ്ക്ക് ഒരു ചരിത്രം കൂടിയുണ്ട്, വല്ലാത്ത ചരിത്രം. നോക്കൂ നിങ്ങൾ, നാം ഈ പരിപാടിക്ക് വേണ്ടി ഒരുങ്ങിയത് എത്ര നാളുകൾ? വളരെ കേരളക്കരയിൽ അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന മഹാനായ താജുൽ ഉലമ തങ്ങൾ അശുഭ രോഗത്തിലാണ്, ക്ഷീണത്തിലാണ്. അല്ലാഹു നമുക്ക് ആ തളരെ സന്തോഷത്തോടെ നിർത്തി തരട്ടെ. നൂറുൽ ഉലമ എം എ ഉസ്താദ്, കൻസുൽ ഉലമ ജിലാനി ഉസ്താദ്, ഈ സുലൈമാൻ ഉസ്താദ്, തഖബ്ബലല്ലാഹു അമറഹും, നമ്മുടെ അഭിമാനത്തിന് ജപജമായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തും തൗഫീഖും റാഹത്തുമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഓ സഹോദരങ്ങളെ, ലോകത്ത് നമുക്ക് വലിയ നേതൃത്വം നൽകാൻ, അഭിമാനമുള്ള നേതൃത്വം നൽകാൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പേരിൽ സ്വലാത്ത് അർപ്പിച്ച്, ഞങ്ങളുടെ പേരിൽ മദ്ഹ് പറഞ്ഞ് ഉണ്ടാക്കി, അങ്ങനെ മുത്തുനബിയുമായി ബന്ധപ്പെട്ട് ഹബീബിന്റെ മദഹിൽ ജനങ്ങളെ വലിച്ചു ഹബീബിന്റെ ചാരത്ത് നിർത്താൻ പരിശ്രമിക്കുന്ന ധന്യ നേതൃത്വം അല്ലാഹു നൽകട്ടെ. ആമീൻ. ആ നേതൃത്വത്തിന്റെ കൂട്ടത്തിൽ വളരെ പാവപ്പെട്ട, ഏറ്റവും താഴ്ന്ന കടയിലുള്ള ഒരാളാണ് സാധുവായി ഞാൻ. അതുപോലെ നമ്മുടെ ഉസ്താദുമാരെക്കാളും വലിയ ആളുകളാണ് സദസ്സിലും സ്റ്റേജിലും ഇരിക്കുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തും അവന്റെ റഹ്മത്തും പ്രസാരമായി നമുക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, നാം ഈ പരിപാടിക്ക് വളരെ ചെറിയ ആളുകൾ പരിപാടിക്ക് വരുമ്പോൾ അതിൻ്റെതായ ഒരുക്കം, എന്നാൽ വലിയ ആളുകളാണ് പരിപാടിക്ക് വരുന്നതെങ്കിൽ, ഇന്നെ ഇപ്പൊ ഖമറുൽ ഉലമയാണ് നമ്മുടെ പരിപാടിയിലേക്ക് വരുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സന്തോഷം. അല്ലാഹു ഒരുപാട് കാലം അത് കാണാൻ, ആ മുഖം കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, മദീന ഒരുങ്ങിയത് എപ്പോഴാണ്? സമയം ദീർഘിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് പറയണില്ല. മദീനയുടെ മഹത്വം പറഞ്ഞാൽ അത് എപ്പോഴോ തുടങ്ങുന്നതാണ്. ലോകത്തിന്റെ നായകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരുന്ന മദീനയ്ക്ക് ഒരു ചരിത്രമുണ്ട്. എപ്പോഴാണ് മദീന മുത്തുനബിക്ക് വേണ്ടി ഒരുങ്ങിയത്? ഞാൻ പറഞ്ഞില്ലേ, റബീഉൽ അവ്വൽ 1 മുതൽ അതിർത്തിയിലേക്ക് വന്ന അൻസാറുകളായ ആളുകൾ പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫർ 27 അന്നാണ് മക്കയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 3 ദിവസം സൗറിൽ താമസിച്ച് റബീഉൽ അവ്വൽ 1 സൗറിൽ നിന്ന് നടക്കുന്നത്. അവിടെ 4 ദിവസം താമസിച്ച് അവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുന്നത്. റബീഉൽ അവ്വൽ 8 ദിവസം യാത്ര ചെയ്ത് അവിടെ 4 ദിവസം താമസിച്ച് റബീഉൽ അവ്വൽ 12 മുത്തുനബി മദീനയിലേക്ക്. മദീനക്കാർ മുത്തുനബിയെ കാണാൻ കാത്തു നിൽക്കുന്നത് റബീഉൽ അവ്വൽ 1 മുതലാണ്. എന്നാൽ മദീന ഒരുങ്ങിയത് അക്കാലത്തുമല്ല, 11 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഈത്തോപ്യ ഭരിച്ചിരുന്ന തുർബക് രാജാവ്, ആ തുർബക് രാജാവിന്റെ ആളുകൾ, അദ്ദേഹത്തിന് ഒരു പതിവുണ്ട്, ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം. വേദപണ്ഡിതന്മാരുണ്ട്, പട്ടാളക്കാര് പലരുമുണ്ട്. അങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ തുർബക് രാജാവ് കടന്നു വന്നു. യസ്രിബ് എന്ന നാട്ടിലെത്തി. എപ്പോഴും സ്വർഗമായ നിലയുള്ള നാടാണ് യസ്രിബ് എന്ന ഇന്നത്തെ മദീന. ആ യസ്രിബിൽ അവർ കടന്നു വന്ന് അവിടെ താമസിച്ചു. വേദപണ്ഡിതന്മാരോടും പട്ടാളക്കാരോടും ടെന്റ് കെട്ടി വിശ്രമിക്കുന്ന രാജാവ് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട്, അടുത്ത ആഴ്ച നാം നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോഴാണ് വേദപണ്ഡിതന്മാർ, 200 വേദപണ്ഡിതന്മാർ തുർബക് രാജാവിനോട് പറഞ്ഞു, രാജാവേ, إذا ولد المولود بالتهامة بين كتفيه السامة كانت له الإمامة إلى يوم القيامة. എന്ന് വിളിക്കപ്പെടുന്ന പരിശുദ്ധ മക്കത്തുൽ മുകർറമയിൽ ഖുതുമുൻ നബുവത്തിന്റെ സീലുമായ ഒരു നേതാവ് വരാനുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി. ആ തങ്ങളെ മക്കക്കാർ അടിയോടിക്കുമ്പോൾ അവർ ഇവിടെയാണ് വന്ന്
ചേരുന്നത്. അതുകൊണ്ട് രാജാവേ, ആ നബിതങ്ങൾ എത്രയോ കാലത്തിന് ശേഷം ഈ നാട്ടിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഞങ്ങളുടെ മക്കളും മക്കളുടെ മക്കളുമായി ഇവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ സമ്മതം തരണം. നല്ല പണ്ഡിതനായ നല്ല പണ്ഡിതന്മാരോട് മഹത്വമുള്ള തുറവി രാജാവിന്റെ മറുപടി കേട്ടോ, എനിക്കും നിൽക്കാൻ ആഗ്രഹമുണ്ട്, എനിക്കും അതിന് ആഗ്രഹമുണ്ട്. പക്ഷേ നാട് മാറി താമസിച്ച രാജാവെന്ന ദുർപ്പേര് വരാതിരിക്കാൻ ഞാൻ നാട്ടിലേക്ക് പോകാം. ഉടനെ തന്നെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള തന്റെ കൂട്ടത്തിലുള്ള പ്രഗത്ഭരെ വിളിച്ച് 201 വീട് ഉണ്ടാക്കാൻ വേണ്ടി രാജാവ് നിർദ്ദേശിച്ചു. 200 വീട് വേദപണ്ഡിതന്മാർക്ക് വീതിച്ചു കൊടുത്തു. 200 വീടും ഒറ്റ നില വീടാണ്. 201ാമത്തെ വീട് 2 തട്ട് വീടാണ്. ആ വീട്ടിലതാ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അമീറായ മനുഷ്യന് തുമ്പടി രാജാവ് എഴുത്തെഴുതി കൊടുക്കുകയാണ്. 201ാമത്തെ വീട് നിർമ്മിക്കുന്നത് എനിക്ക് അവസാന ഘട്ടത്തിൽ വരാൻ വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നേതാവില്ലയോ മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുത്തുനബിക്കാണ് ഈ 2 നില മാളിക നിങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത്. തുമ്പടി രാജാവ് ഒരു കത്തെഴുതുകയാണ്. തുമ്പയാണ് എഴുതുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ വരുമ്പോൾ സ്വീകരിക്കാൻ എനിക്കും എന്റെ മക്കൾക്കും ഭാഗ്യമുണ്ടാകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ തിരിച്ചു പോകാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് അങ്ങേക്ക് താമസിക്കാനുള്ള വീടിതാ ഞാൻ നിർമ്മിച്ചു കൊടുക്കുന്നു. എനിക്ക് സ്വർഗത്തിലൊരു വീടുണ്ടാകാൻ അങ്ങ് ദുആ ചെയ്യണം കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുആ വസിയത്തോടെ ലെറ്റർ എഴുതി കൊടുത്തു. തുബൈ രാജാവ് നാട്ടിലേക്ക് മടങ്ങി. അവരവിടെ ജീവിച്ചു, അവർ മരിച്ചു, അവരുടെ മക്കൾ മരിച്ചു. നൂറ്റാണ്ടുകൾ പലതും കഴിഞ്ഞാണ് മദീനയിലേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി റബീഉൽ അവ്വൽ 12 കടന്നു വരുന്ന ഒരു ജന്മം. ഓ സഹോദരങ്ങളെ, ലോകത്ത് ഇത്രയും മഹത്വമുള്ളൊരു സമൂഹം ഉണ്ടാകില്ല. എല്ലാ കുട്ടികൾക്കും അറിയുന്ന ഒരു ലഫ്ലാണ് മദീനയുടെ പരിസരത്തേക്ക് കടന്നു വന്ന ഹബീബിന്റെ പ്രിയപ്പെട്ട ഒട്ടകത്തിന്റെ കടിഞ്ഞാട് സമ്പന്നരായ ആളുകൾ ഇങ്ങനെ പിടിക്കാൻ, എന്റെ വീട്ടിൽ സൗകര്യമുണ്ട് നബിയെ, എന്റെ വീട്ടിൽ സൗകര്യമുണ്ട് നബിയെ, എന്റെ വീട്ടിൽ എല്ലാം ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് നബിയെ, ഭക്ഷണം അവിടെ ഒന്ന് കഴിക്കാം, അവിടെ വിശ്രമിക്കാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിക്കുന്ന ആളുകളോട്, തിക്കും തിരക്കും ഉണ്ടാകുന്ന ആളുകളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഖല്ലൂഹാ ഫഇന്നഹാ മഅ്മൂറാ. ഒട്ടകത്തിനെ നിങ്ങൾ ഒഴിവാക്കിക്കോ, അതിന്റെ മൂക്ക് കയറി വിട്ടോ. ഫഇന്നഹാ മഅ്മൂറാ. എന്റെ ഒട്ടകത്തിന് എവിടെയാണ് പോകേണ്ടതെന്ന് അല്ലാഹുവിൽ നിന്ന് നിർദ്ദേശമുണ്ട്. അവരൊഴിവാക്കുകയാണ്. ഒട്ടകം വലത്തോട്ട് തിരിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോയി, ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെയും മുന്നോട്ട്, ഇടവഴിയിലൂടെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവസാനം ഒരു വീട്ടിന്റെ മുമ്പിൽ അതാ മുട്ടുകുത്തുന്നു. അബൂ അയ്യൂബുൽ അൻസാരി. ഒട്ടകം ബ്രേക്ക് ചവിട്ടുകയാണ്. ഏതാണ് ഈ വീട്? അതാ നോക്കുമ്പോൾ 2 നില മാളികയാണ്. നൂറ്റാണ്ടുകൾ പലത് മുമ്പ് തുബൈ രാജാവ് 201ാമത്തെ വീടായി നിർമ്മിച്ചു കൊടുത്ത 201ാമത്തെ വീടായ 2 നില മാളികയ്ക്ക് മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഒട്ടകം മുട്ടുകുത്തുന്നു. വീട്ടുകാരനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങി വന്ന്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പ്രിയപ്പെട്ട ഒട്ടകം മുട്ടുകുത്തിയിരിക്കുന്നല്ലോ. ഹബീബിന്റെ പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത്, സഞ്ചിയെടുത്ത്, ബാഗെടുത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ മുത്തുനബി പറയുന്ന സാധനം പോകുന്ന കൂട്ടത്തിലാണ് യാത്രക്കാരനും പോകേണ്ടത്. ഞാനും ആ വഴിക്ക് തന്നെ. വീട്ടിലേക്ക് കയറുമ്പോഴാണ് അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ തന്റെ കൂട്ടിന്റെ പോക്കറ്റിലുള്ള ദ്രവിക്കാനായ ഒരു കടലാസ് എടുത്ത് ഹബീബിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുറന്നെഴുതിയ കത്താണ്. മുഹമ്മദ് റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുറന്നു വരുമ്പോൾ സ്വീകരിക്കാൻ ആഗ്രഹം കൊണ്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വീടങ്ങ് ഉപയോഗിച്ച് എനിക്ക് സ്വർഗത്തിൽ ഒരു വീടിന് റെക്കമെൻഡ് ചെയ്യണം നബിയേ, എനിക്ക് ദുആ ചെയ്യണം നബിയേ. ഹബീബിന് അല്ലാഹു പണ്ടേ ഒരുക്കി കൊടുത്ത നാടാണ്. ആ നാട്ടിലേക്ക് അല്ലാഹു അവിടെ പരിശുദ്ധമായ കൽക്കൈക്കാൾ ലോകത്തുള്ള മറ്റുള്ള എല്ലാത്തിനേക്കാളും മഹത്വമുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്നേഹപ്രകടനം പാടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്നേഹത്തിലേക്ക് വരട്ടെ. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരാളെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പറയുന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി പ്രകടിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ പ്രകടനമാണ് ഈ കാണുന്ന സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദിന്റെ അർസിയുടെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അല്ലാഹുവേ നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനേ, സന്തോഷം നൽകണം റഹ്മാനേ, നിങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. ഈ വേദി ഒരുക്കാൻ ഒരുപാട് ചെലവുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് സാമ്പത്തികമായ ചെലവുകളുണ്ട്. അതിനൊക്കെ കൈത്താങ്ങായി നിൽക്കുന്ന പലരുമുണ്ട്. അർഹമുർ റഹീമേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് കൊടുക്കുന്ന സംഭാവനയായിരിക്കാം ലോകത്ത് ചിലപ്പോൾ നീ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ മഹത്വമുള്ള സ്വതക്ക. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. നിന്റെ ഹബീബിനെ ഈ കാരണം കൊണ്ട് തന്നെ ഞങ്ങളെ കണ്ണിലൊന്ന് കാണിച്ചു തരണം അല്ലാഹ്. സ്നേഹം പൂവണിയുന്നത് അവിടെയാണ്, സ്നേഹം പ്രബലമാകുന്നത് അവിടെയാണ്. ഹബീബും മഹബൂബും തമ്മിൽ ഒട്ടി നിൽക്കുമ്പോഴാണ്, കാണുമ്പോഴാണ് സ്നേഹമുണ്ടാകുന്നത്. ഓ ചെറുപ്പക്കാരാ, ഖൽബിൽ മുഹമ്മദ് റസൂലുള്ളാഹി. ഓ എന്റെ കരടവന്മാരെ, സഹോദരിമാരെ, മനസ്സിലും വായിലും എപ്പോഴും പരിശുദ്ധ മദീനയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചിന്തയും നാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹും സ്വലാത്തും ഇങ്ങനെ കടന്നു വരട്ടെ. നീ ഏത് അബോധാവസ്ഥയിലായാലും, നീ ഏത് ടെൻഷനിലായാലും നിന്റെ നാം അറിയാതെ ഹബീബിനെ വിളിച്ചുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ നിന്റെ കൽബിന്റെ ബോധമനസ്സും അബോധമനസ്സും ഒരുപോലെ ഹബീബിലേക്ക് ലയിക്കുമ്പോഴാണ് സ്വപ്നത്തിലെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹ്, സ്വപ്നത്തിലെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഒരു ഭാഗ്യം ഈ പ്രവാസി ജീവിതത്തിന്റെ വളരെയേറെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഈ നാട്ടിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് പേരിലും പ്രശസ്തിക്കും വേണ്ടി ഇവിടെ ആരും പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും നിഷ്കളങ്കരായ ഇഖ്ലാസുള്ള പ്രവർത്തകന്മാരാണ്. ഈ പ്രവർത്തകന്മാരുടെ ഉറക്കവുമില്ലാത്ത അതൊഴിച്ചുകൊണ്ട പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ വലിയ ഇഷ്കിന്റെ മജ്‌ലിസ് റഹ്മത്തുള്ളാഹിമേ. ഇതിന്റെ ഏറ്റവും ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് വരെ സംഘാടകർ ചിലപ്പോൾ ആള് കാണാതെ പുറത്ത് വളണ്ടിയർമാരായി നിൽക്കുന്ന കൂട്ടുകാരുണ്ടാവാം. അവർക്ക് വരെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബിയെ കാണാൻ ഞങ്ങൾക്ക് മറ്റൊന്നും ചോദിക്കാൻ കിട്ടുന്നില്ല അല്ലാഹ്. നിന്റെ ഹബീബിനെ ഞങ്ങൾക്ക് നീ കാരണം കൊണ്ടൊക്കെ നിന്റെ ഔദാര്യം കൊണ്ടും നീ ഒന്ന് കാണിച്ചു തരണം അല്ലാഹ്. ഞങ്ങൾക്ക് ഹബീബിനോടുള്ള മഹബത്ത് ഏറ്റു തന്ന് ഞങ്ങളെ കൽബൊന്ന് പ്രകാശിപ്പിക്കണം അല്ലാഹ്. മഹാന്മാര് നടന്ന വഴിയിലൂടെ നീ ഞങ്ങളെ നടത്തണം അല്ലാഹ്. സ്വലാത്ത് ചൊല്ലാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
എന്തായാലും സ്വീകരിക്കാൻ അള്ളാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ വിഷയം ഒരാൾ കണ്ണൂല ഒത്തിരിയാണ് അള്ളാഹു ഏറ്റവും അടുത്ത ഒരുപാട് ചിലവുകൾ കൊണ്ടും നമ്മുടെ നാട് പോലെയുള്ള പരിസരങ്ങളൊക്കെ പറ്റുന്ന മാനി പറ്റാത്ത നല്ല ഏതെങ്കിലും അവർക്ക് വലിയ വർക്കത്ത് നൽകട്ടെ. ഒരു ചെറിയ സ്വലത്തയല്ല എല്ലാം പറഞ്ഞത്. എല്ലാവരും എഴുന്നേറ്റ് എല്ലാവരും എനിക്കറിയാം. എല്ലാവരും ആരും വരാതിരിക്കട്ടെ. അള്ളാഹു സാധനമാണ്. അള്ളാഹു വർക്കത്തിയട്ടെ. നല്ല ആവശ്യം നല്ല ആവശ്യം നമ്മുടെ ഉണറാക്കളാണ്. ഈ തണലുകൾ നീട്ടിത്തരട്ടെ. ലോകത്തുണ്ട് അവരൊന്നും എത്തിയിട്ട് ഞാനൊന്നും പറയണില്ല. സമ്പന്നരുടെ ലോകത്ത് ഇഷ്ടം പോലെ അതൊക്കെ ചെലവാക്കേണ്ടവർ ചെലവാക്കാൻ ഭാഗ്യമില്ലാത്ത ആളുകളാണ് അധികം ആളുകൾ. ഇങ്ങനെ നയിക്കൂല സമ്പത്ത്. സദസ്സുകൾ നല്ല ഒരു 500 രൂപയൊക്കെ തരാൻ പറ്റാൻ തുടങ്ങിയത് വലിയ വാക്ക് ചിന്തിക്കേ വേണ്ട. ഇത് നഷ്ടമായി പോകുന്നു ഒരിക്കലും ആവൂല. അതിനേക്കാൾ ഏറെ എന്റെ ഫലം ദുനിയാവിലും ആഖിറത്തിലും ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ മുറാദ് അത് തന്നെ ആയിരിക്കണം. മുത്തുനബിയെ കാണുക. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. ബറക്കത്തും സന്തോഷവും അല്ലാഹു ഏറെ നൽകട്ടെ. നമുക്ക് അല്ലാഹു കച്ചവടമുള്ളവർക്ക് അല്ലാഹു വലിയ സന്തോഷവും അഭിവൃദ്ധിയും നൽകട്ടെ. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരും അവർക്ക് അല്ലാഹു തആല അവരുടെ ജോലി എളുപ്പമാക്കി സമ്പത്തിൽ അല്ലാഹു സന്തോഷവും വർദ്ധനവും നൽകട്ടെ. ഇഖ്ലാസോടെ ജോലി ചെയ്യാനുള്ള ആഫിയത്ത് അല്ലാഹു നൽകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. സദസ്സിനെ അനുകൂലമായി പോകും. അതുകൊണ്ട് ബാക്കിലൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ പരിപാടി കഴിയുന്നില്ല. ഇതിന് ശേഷം അതുകൊണ്ട് ആരും ഇങ്ങോട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും സംഘാടകരെ ഏൽപ്പിക്കാം. എല്ലാവരും സംഘാടകരെ ഏൽപ്പിക്കാം. കൈപിടിക്കാൻ മുസാഫാത്ത് ചെയ്യണം എന്നുള്ളവർക്ക് നമുക്ക് ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് വളണ്ടിയേഴ്സ് അങ്ങോട്ട് പോകുന്നുണ്ട്.
അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് റഹ്മാനെ ദുആ ശേഷം നടക്കും മൗലീദ് കഴിഞ്ഞ പ്രത്യേക വർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ എല്ലാവരും ചെയ്യണം പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുസ്സലാം നാട്ടിന്റെ അടുത്തുള്ള ആളാണ് അദ്ദേഹം വിളിച്ചു എന്നോട് വിളിച്ചു വരണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിലെ ആദ്യത്തെയും മറ്റൊരു തിരക്കുള്ള സമയമാണ്. കുറെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വളരെ ഏൽപ്പിച്ചു. ആ സംഘാടകരുടെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇവിടെയുള്ള നിങ്ങൾ ഇത്രയും ദൂരത്തൊക്കെ വഴി വന്നിട്ട് അത് പരിഹരിച്ചു നമ്മൾ അടുത്ത സുഹൃത്തു കൂടി ആയതുകൊണ്ട് അങ്ങനെ ഏറ്റിട്ട് വന്നത് വലിയ സന്തോഷം. ഇവിടെയല്ല ഒരുപാട് സംഘാടകരുടെ പ്രശ്നങ്ങളൊക്കെ സന്തോഷത്തോടെ പകരം ആളുകളാക്കി എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. നമുക്ക് അല്ലാഹുവിന്റെ ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഈ സന്തോഷങ്ങൾ പങ്കെടുക്കാൻ ഞങ്ങളുടെ ഭാഗ്യം നിങ്ങളൊക്കെ ക്ഷണിച്ച നിങ്ങളോടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ സ്നേഹത്തിലായി നമ്മുടെ ബന്ധം ആഖിറ വരെ സന്തോഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന ബന്ധമാക്കി അല്ലാഹു നിറഞ്ഞിട്ട് വരട്ടെ. സന്തോഷമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ നൽകട്ടെ. ഞാൻ സംസാരം നടത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹബീബിനെ സ്നേഹിക്കാൻ ഭാഗ്യം നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആവേശകരമായ നാത്ത് ഷരീഫ് നടക്കാനിരിക്കുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നാത്ത് ഷരീഫ്, തുടർന്ന് RSC ഷാർജ സോൺ കൾച്ചറൽ കൗൺസിൽ റിസാല ഇശൽവിംഗ് അവതരിപ്പിക്കുന്ന ബുർദ മജ്ലിസ്. മുഴുവൻ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ സുഹൃത്തുക്കൾ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്തതായി ICF മീലാദ് കോൺഫറൻസിനെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി RSC നാഷണൽ ചെയർമാൻ അബ്ദുൽ ഹൈ ഉസ്താദിനെ ആദരവോടെ ക്ഷണിക്കുന്നു. മറ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണവും വാങ്ങി പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും പോകാമെന്ന് അഭ്യർത്ഥിച്ച് ICF നാഷണൽ സെക്രട്ടറി മുഹമ്മദ് അലി സഖാഫി കാന്തപുരം 2 വാക്കുകൾ ആശംസ ആദരവോടെ ക്ഷണിക്കുന്നു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ മുഹബ്ബീങ്ങളെ ഉൾപ്പെടുത്തിയ വിദ്യാർത്ഥികളുടെ കലാഭിരുചിയോട് മതകീർത്തനങ്ങളൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രിയമുള്ളവരെ, സദസ്സിലേക്ക് ചായ അത് കഴിക്കുക. ആ സദസ്സിനെ തലപ്പുറപ്പെടുത്താതെ ഇപ്പോൾ നടത്താൻ വേണ്ടി പറ്റുന്നു. അതിനുശേഷം ആത്മവിക്കുന്നതായ അതെല്ലാം കഴിഞ്ഞ ശേഷം എല്ലാവരും